എന്തുകൊണ്ടായിരിക്കാം NTA വിദ്യാർത്ഥികളുടെ ജീവിതം വെച്ചു ഇത്ര നിസാരമായി കളിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം ഗവൺമെൻറ്റും ഉത്തരവാദിത്തപ്പെട്ടവരും NTA ഈ ഇറസ്പോൺസിബിലിറ്റിക്ക് ഒരു അവസാനം വരുത്താത്തത്? എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പരീക്ഷകൾ നടത്തപ്പെടുന്നത്? ആ പരീക്ഷകൾക്കുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത്? ഒരു ജനാധിപത്യ രാജ്യത്ത് ഇതിനെല്ലാം ഒരു ഉത്തരം അർഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. NTA ഉണ്ടാക്കപ്പെട്ടത് മുതൽ തന്നെ NTA നടത്തുന്ന പരീക്ഷകളെക്കുറിച്ച് ഒരുപാട് കൺസേണുകൾ ഉണ്ടായിട്ടുണ്ട്. NTA നെറ്റ് എക്സാമിനെ സംബന്ധിച്ച് 2024 ഡിസംബറിൽ നടന്ന ലീക്കേജോട് കൂടിയിട്ട് തന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ നടന്നതാണ്. ഏറ്റവും അവസാനമായി നടന്ന UGC നെറ്റ് എക്സാമിലും, അതായത് UGC നെറ്റ് 2026 ജൂൺ എക്സാമിലും NTA വീണ്ടും ഈ ഒരു എക്സാമിനെ അറ്റ്ലീസ്റ്റ് ഉത്തരവാദിത്തപ്പെട്ടവർ ഈ ഒരു എക്സാമിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ളതും വിദ്യാർത്ഥികളുടെ കരിയറും ജീവിതവും വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത് എന്നുള്ളതുമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ഒരു പരീക്ഷയിൽ പ്രധാനമായിട്ടും 3 പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് എക്സാമുകൾക്ക് വളരെ കെയർലെസ് ആയിട്ട് ചോദ്യങ്ങൾ ഇട്ട പോലെ, അതായത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തിയതായിട്ടാണ് നമുക്ക് കാണുന്നത്. സോഷ്യോളജി പോലെയുള്ള സബ്ജക്റ്റുകൾക്കാണ് നമുക്കിത് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. അതായത് വളരെ കോമൺ ആയിട്ടുള്ള സോഷ്യൽ തിങ്കേഴ്സിൻ്റെ പേരിൻ്റെ സ്പെല്ലിങ്ങുകൾ മാറ്റുക, ക്വസ്റ്റ്യനിൽ വ്യാപകമായ എററുകൾ ഉണ്ടാവുക, അതിൻ്റെ ട്രാൻസ്ലേഷൻ ആയിട്ടുള്ള ഹിന്ദിയിൽ എററുകൾ ഉണ്ടാവുക. ഓക്കെ, ഇതാണ് ആദ്യം കണ്ടിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ആസ്പെക്റ്റുകൾ. രണ്ടാമതായിട്ട് കണ്ടിട്ടുള്ള ഒരു സീരിയസ് പ്രശ്നം, ഒരു വ്യക്തമായ സിലബസ് ഉണ്ടായിട്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് സിലബസിൻ്റെ പുറത്ത് നിന്ന് വരുന്നു എന്നുള്ളതാണ്. MCJ, സൈക്കോളജി പോലെയുള്ള എക്സാമുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്രാവശ്യം ഉണ്ടായ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ് കൊമേഴ്സ്, ഇംഗ്ലീഷ് പോലെയുള്ള പല സബ്ജക്റ്റുകൾക്കും ഒരുപാട് ലാർജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരിക എന്നുള്ളത്. ഓക്കെ, 60, 70, 80 ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരിക എന്നുള്ളതും ഇപ്രാവശ്യത്തെ എക്സാമിനെ സംബന്ധിച്ച് ഒരു സീരിയസ് ആയിട്ടുള്ള കൺസേൺ ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഈ കൺസേണിനെ കുറിച്ച് പലർക്കും പല ടേക്കുകൾ ഉണ്ടാവും. ഓക്കെ, പല ടേക്കുകൾ ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വന്നുകൂടെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നുകൂടെ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി വരാവുന്നതാണ്. പക്ഷേ ഒരു പെർട്ടിക്കുലർ എക്സാമിന്, ഒരു മുമ്പ് നടന്ന ഒരു എക്സാമിലെ തന്നെ 50-50ലധികം ചോദ്യങ്ങളൊക്കെ ഒരുമിച്ച് വരുമ്പം എങ്ങനെയാലും കുട്ടികൾക്ക് ഈ എക്സാമിൻ്റെ ട്രാൻസ്പെറൻസിയെ കുറിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അതിൽ ട്രസ്റ്റ് ഉണ്ടാവുക, സിസ്റ്റത്തിന് അതിൽ ട്രസ്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. ആ എക്സാം ട്രാൻസ്പെറൻ്റ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള സിലബസിൽ കഴിഞ്ഞ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ചോദ്യങ്ങൾ പഠിച്ച്, ഓക്കെ, ഒരുപാട് മണിക്കൂറുകൾ പഠിച്ച്, ഒരുപാട് ബുക്കുകൾ പഠിച്ച്, സിലബസുകൾ പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ച് ഈ എക്സാം തീരുമാനിക്കപ്പെടുന്നത്, ഈ എക്സാമിൻ്റെ ചോദ്യങ്ങൾ മെജോറിറ്റി ഒരു സിംഗിൾ എക്സാമിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത് എന്നറിയുമ്പോൾ there is a set of confusion regarding the transparency. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നിട്ടുള്ളത്? ഇത് എക്സാം ഇടുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളാണോ? അല്ലെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും ഒരു പ്രത്യേക അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ടോ? നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പക്ഷേ ആ ഒരു ട്രാൻസ്പെറൻസിയിൽ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഒരു മാസീവ് നമ്പർ ഫ്രം എ സിംഗിൾ ടേമിലേത് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടാമതായിട്ട് നേരത്തെ പറഞ്ഞൊരു പ്രശ്നം സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ സംഭവിച്ചൂടെ എന്നൊക്കെ ചോദിച്ചാൽ ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിലെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുന്നത്, എൻ്റെ ഒരു ഐഡിയ ആണ്, നോട്ട് ക്ലിയർ അബൌട്ട് ദാറ്റ്, എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരുപാട് ആളുകളിൽ നിന്ന് നമ്മൾ പത്രങ്ങളിൽ നിന്നൊക്കെ വായിച്ചതാണ്. ക്വസ്റ്റ്യൻസിൻ്റെ പൂളുകൾ സെലക്ട് ചെയ്യും, ആ ക്വസ്റ്റ്യൻസിൻ്റെ പൂളുകളിൽ നിന്ന് മറ്റൊരു സിസ്റ്റം വഴി ആ എക്സാമിന് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പം സോഷ്യോളജി സബ്ജക്റ്റിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പേർട്ട് ആവില്ലേ ആ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ പല സബ്ജക്റ്റുകളുടെയും ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളാണ്, AI ജനറേറ്റഡ് ആണ് എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. പക്ഷെ എന്നിരുന്നാലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും AI ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം വളരെ കെയർലെസ് ആയിട്ട് കാണുന്നതാണ് ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ളതാണ്. വളരെ കെയർലെസ് ആയിട്ട് കാണുന്നു, അതുകൊണ്ടാണ് ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വരുന്നത്. ഞാൻ മുൻവർഷങ്ങളുടെ പ്രശ്നങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് NTA നെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട്. മുമ്പ് ഏകദേശം എക്സാം ലീക്കായ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം 20ഓളം 15-ലധികം വീഡിയോ ഈ ഇഷ്യൂവിനെ ബന്ധപ്പെട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇത് നമുക്ക് കേവലം ഒരു ലീക്കേജ്, ഒരു ഇൻഡിവിജ്വൽ എറർ, ഓക്കെ, എവിടെയോ സംഭവിച്ചു. ഡെഫിനറ്റ്ലി ഒരു ഓൺലൈൻ എക്സാം ആവുന്ന സമയത്ത് അപൂർവമായിട്ട് ഇൻ്റർനെറ്റ് നഷ്ടപ്പെടുന്ന ഇഷ്യൂസോ, അപൂർവമായിട്ട് ചിലപ്പം എക്സാം പ്രിൻ്റ് ചെയ്യുന്ന ഓഫ്ലൈൻ പോലെയുള്ള എക്സാമുകളിൽ ചെറിയ ചില ആളുകളുടെ മാനിപ്പുലേഷൻ കാരണമായിട്ടൊക്കെ സംഭവിക്കാം. അതും പരമാവധി കുറക്കാൻ
മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സിസ്റ്റംസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ NTA ഭാഗത്ത് നിന്ന് വരുന്ന മിസ്റ്റേക്കുകൾ വളരെ കെയർലെസ് ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അതായത് സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. ഓക്കെ, ഇത്രയധികം എക്സാമിനേഷൻ ഫീ വാങ്ങിയിട്ട് ഗവൺമെന്റിൽ ഇരുന്ന് ഒരുപാട് ഫണ്ടുകൾ ലഭിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ദ തിങ് ഈസ്, ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ എക്സാമിന് NTA ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്തും ഇവൻ NTA ഇത്തരത്തിലൊരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് റെസ്പോൺസ് പോലും വളരെ വാട്ട് വി ക്യാൻ സേ ഒരു സീരിയസ് അല്ലാത്ത രീതിയിലാണ് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ വാർത്തകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും, NTA ക്വസ്റ്റ്യനിൽ ഒരുപാട് അച്ചടി പിശകുകളുണ്ട്, അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുണ്ട്, റിപ്പീറ്റഡ് ആണ് എന്ന് പറയുന്ന സമയത്ത് പോലും NTA പറയുന്ന ഒരു ആസ്പെക്ട് അതിനെക്കുറിച്ച് കംപ്ലൈൻറ്റ് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ കംപ്ലൈൻറ്റ് ലഭിച്ചാൽ ആക്ഷൻ എടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മീഡിയാസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഒരു പരീക്ഷയ്ക്ക് ഒരു വാട്ട് വി ക്യാൻ സേ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവുന്നു, ആ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്താൽ അവിടെ പ്രശ്നം തീർന്നു എന്ന് നമ്മൾ ഒരിക്കലും കരുതരുത്. ഈ പരീക്ഷ, നെറ്റ് പരീക്ഷ പല ആളുകളുടെയും പല സ്റ്റുഡൻസിൻ്റെയും ലൈഫ് ഡിഫൈൻ ചെയ്യുന്ന ഒരു ആസ്പെക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഡാമേജ് ഓൾറെഡി ഇത് ഉണ്ടാക്കി കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ, എക്സാം ക്യാൻസൽ ആക്കേണ്ടത് എക്സാം നടത്തണോ എന്നുള്ളതൊക്കെ പൂർണ്ണമായിട്ട് NTA ആണ് തീരുമാനിക്കേണ്ടത്. അതിൽ എൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത്, ഈ എക്സാമിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നതിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണോ സിസ്റ്റം നടന്നിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് NTA വിശദമായി പഠനങ്ങൾ നടത്തണം. ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവിടെ അത് എൻറ്റയർലി ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസം വഴിയാണ് അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുള്ളതെങ്കിൽ NTA ക്യാൻസൽ ആക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവിടെ ഒരു ട്രാൻസ്പെറൻസി ബ്രീച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഏതെങ്കിലും ഒരു സെറ്റ് ഓഫ് ആളുകൾക്ക് പ്രത്യേക അഡ്വാൻറ്റേജ് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അൺഫേവർ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എക്സാം റീടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് NTA ആണ് അത് ഫൈനലൈസ് ചെയ്യേണ്ടത്. പക്ഷെ അതിനേക്കാളേറെ ഇത് ക്രിയേറ്റ് ചെയ്ത ഇറിവേഴ്സിബിൾ ഡാമേജുകളുണ്ട്. ഇപ്പോൾ എക്സാം ക്യാൻസൽ ആക്കിയിട്ടില്ല എന്ന് കരുതാം, എക്സാം ക്യാൻസൽ ആക്കിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ, ചിലപ്പോൾ അറിയാവുന്ന കുട്ടികൾക്ക് ചില മിസ്റ്റേക്കുകൾ കാരണമായിട്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ കാരണമായിട്ട് അവർ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കേസുകൾ ഉണ്ടായേക്കാം. ഓക്കെ, അറിയാവുന്ന കുട്ടികൾക്ക് ഈ പറയുന്ന പോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇത്രയധികം ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ട് വേറെ ആർക്കെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കൺസേൺ ഉണ്ടാവാം. കൺഫ്യൂഷൻസ് ഉണ്ടാവാം. മാത്രമല്ല, ഈ ചില സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയ ആളുകൾക്ക് പ്രത്യേക അഡ്വാൻറ്റേജുകൾ ഉണ്ടാവാം. അപ്പം അതൊരു ഇറിവേഴ്സിബിളാണ്. ഇനി എക്സാം ക്യാൻസൽ ആക്കിയാലോ? ഓൾറെഡി കമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചതിൽ നിന്ന് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മളെ ലക്ക് കൂടിയാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മൾ കൂടുതൽ പഠിച്ചാൽ ആ ലക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി കൂടും എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി എക്സാം നടന്നു, ഈ എക്സാമിൽ ക്വാളിഫൈ ചെയ്യാൻ സാധ്യതയുള്ള നന്നായിട്ട് ആൻസർ ചെയ്ത കുട്ടികളുണ്ട്. ആ കുട്ടികളെ സംബന്ധിച്ച് ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം ഇതേ ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്നില്ല. അപ്പം എന്ന് പറഞ്ഞാൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഇറിവേഴ്സിബിൾ ഡാമേജ് ആണ്. കേവലം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് കരുതിയിട്ട് ഒന്നുകൂടി എക്സാം നടത്തി എന്ന് കരുതിയിട്ട് ഇതിൻ്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ഇത് റിലേറ്റഡ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കമ്പറ്റേറ്റീവ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടെണ്ണമാണ് എന്ന് ഞാൻ പറയും. ഒന്ന് ട്രാൻസ്പെറൻസിയാണ്. ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യുക. ഈ പരീക്ഷയിൽ എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആണ്, പഠിച്ച കുട്ടികൾക്കാണ് ജയിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്. പക്ഷേ അതോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, മത്സര പരീക്ഷ വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പ്രഷർ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതിലൂടെയാണ് നമ്മൾ കുട്ടികൾ കഴിഞ്ഞ് കുറേ കാലങ്ങളായിട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഈ സിറ്റുവേഷനൊക്കെ സഹിച്ചുകൊണ്ട് അവരുടെ ലൈഫിൽ ഒരുപാട് സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് അവർ ഈ എക്സാം ചെയ്യുന്നത്. ഈ എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഈ എക്സാം റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ദേ ഹാവ് ടു ഗോ അഗെയിൻ ത്രൂ ദ സെയിം സ്ട്രെസ്, ആങ്സൈറ്റി, എക്സാം കൺഫ്യൂഷൻസിലൂടെ വീണ്ടും അവർ പോവുക എന്ന് പറയുന്നത് ഇറ്റ്സ് നെവർ ആൻ ഈസി തിങ്. പല ആളുകളെ സംബന്ധിച്ചും അവരുടെ ലൈഫിൽ, എസ്പെഷ്യലി നെറ്റ് എക്സാം എന്ന് പറയുമ്പം ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവാം, ഫാമിലി റിലേറ്റഡ് റെസ്പോൺസിബിലിറ്റിയുള്ള ആളുകളുണ്ടാവാം. അപ്പോൾ അവരുടെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ലോങ് പീരീഡ് അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈമിന് മാറ്റി വെച്ചിട്ടായിരിക്കും അവർ എക്സാം എഴുതിയിട്ടുണ്ടാവുക ആസ് എ ലാസ്റ്റ് ടൈം എഫേർട്ട് എന്നുള്ള രീതിയിൽ. വീണ്ടും എക്സാം റീടെസ്റ്റ് നടത്തുകയാണെങ്കിൽ എഗെയിൻ അവർക്ക് ഇതുപോലെ മാറ്റി വെക്കാൻ പറ്റണമെന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ ലൈഫ് ടൈം ഒരു വാട്ട് വി ക്യാൻ സേ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും അതിനുണ്ടാവുക. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എലോങ് വിത്ത് ട്രാൻസ്പെറൻസി എൻഷുറിങ്, കുട്ടികളുടെ ഈ എക്സാം എഴുതുന്ന ആളുകളുടെ മെൻ്റൽ ഹെൽത്തിനെയും ഇത് വളരെ സീരിയസ് ആയിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതും അവർ പോയിക്കൊണ്ടിരിക്കുന്ന, അത് നന്നായിട്ട് പരീക്ഷ എഴുതിയ കുട്ടികളെ സംബന്ധിച്ച് എക്സാം ക്യാൻസൽ ചെയ്താൽ പിന്നീട് നടക്കുന്ന പരീക്ഷയിൽ ഞാൻ തോൽക്കുമോ എന്നുള്ള ഭയം, നന്നായി പരീക്ഷ എഴുതാൻ പറ്റാത്ത കുട്ടികളെ സംബന്ധിച്ച് തിരിച്ചും പരീക്ഷ ക്യാൻസൽ ആക്കിയാൽ എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാവും, ഇനി ക്യാൻസൽ ആക്കിയിട്ടില്ലെങ്കിലുള്ള പ്രശ്നം.
അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഓൾ സോർട്ട് ഓഫ് സ്റ്റുഡൻസ്, അത് പഠിച്ച കുട്ടികളാവട്ടെ പഠിക്കാത്ത കുട്ടികളാവട്ടെ, എക്സാം ക്യാൻസൽ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, ഹോൾ സിറ്റുവേഷൻ ഈസ് ക്രിയേറ്റിംഗ് എ ലോട്ട് ഓഫ് ട്രബിൾ. ഓക്കെ, ഒരുപാട് ബുദ്ധിമുട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ ഇത് കേവലം ഒരിക്കലും ഞാൻ മനസ്സിലാക്കുന്ന ഒരു എക്സാം നടക്കുന്നു, എക്സാം ട്രാൻസ്പെറൻസ് ആവുന്നില്ല, അത് ക്യാൻസൽ ആക്കുന്നു, പുതുതായി നടത്തുന്നു, പ്രശ്നം തീരുന്നു എന്നുള്ളത് പോലെയുള്ള ഒരു ആസ്പെക്റ്റ് അല്ല എന്നുള്ളതാണ്. മാത്രമല്ല NTA സംബന്ധിച്ച് ആദ്യമായിട്ടല്ല ഇത് സംഭവിക്കുന്നത്, ആദ്യകാലങ്ങളിൽ തൊട്ട് തന്നെ സംഭവിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് CBSEയിൽ നിന്ന് 2019 ആ ടൈമിലൊക്കെ NTA മാറിയതിനു ശേഷം NTAയുടെ എക്സാമിനേഷൻ കണ്ടക്റ്റിംഗ് സിസ്റ്റം തന്നെ ഒരുപാട് ഫ്ലോ ഉള്ളതാണ്, അത് റീസ്ട്രക്ചർ ചെയ്യേണ്ടതുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. 2024 UGC നെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയതിനു ശേഷം NTA ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു സജഷൻസ് ഒക്കെ. അതൊരു ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് സജഷൻസ് നമ്മൾ ഉൾപ്പെടെ ഓൾമോസ്റ്റ് ഒരുപാട് ആസ്പിറൻസ് കൊടുത്തതാണ്. ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ആ കമ്മിറ്റി റെക്കമെൻഡേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പറയുന്ന NTA ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ആളുകൾ ആ കമ്മിറ്റീൻ്റെ അടുത്ത് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ദ സെയിം മിസ്റ്റേക്ക് ഈസ് ബീങ് റിപ്പീറ്റഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെയുള്ള ക്വസ്റ്റ്യൻ, ലാർജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആവുന്നത് പോലെയുള്ള ഒരുപാട് മിസ്റ്റേക്കുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ളതും, കുട്ടികളുടെ ജീവിതം, കുട്ടികളുടെ കരിയർ, കുട്ടികളുടെ അക്കാഡമിക് ലൈഫിനെ വളരെ നിസ്സാരമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഇതിനെക്കുറിച്ച് പ്രൊട്ടസ്റ്റ് ചെയ്യുക, ഡെമോക്രാറ്റിക്കലി ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. NTAക്ക് മെയിൽ അയക്കുക, ടീച്ചേഴ്സ് ഇതിനെക്കുറിച്ച് സംസാരിക്കുക, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, പൊളിറ്റീഷ്യൻസ്, ഒപ്പോസിഷൻ, റൂളിംഗ് പാർട്ടി എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുക, ഇതിനൊരു അവസാനം കൊണ്ടുവരിക എന്നുള്ളത്. ഓക്കെ, കാരണം നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഒരു സിസ്റ്റത്തിലാണുള്ളത്. ഇവിടെയുള്ള സിസ്റ്റങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സിസ്റ്റത്തിൽ തന്നെയുള്ള ട്രസ്റ്റുകൾ നഷ്ടപ്പെടുകയാണെങ്കിൽ, പഠനത്തിലുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടുകയാണെങ്കിൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇറ്റ് വിൽ റിസൾട്ട് ഇൻ അനാർക്കി. അരാജകത്വം എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷനിലേക്കായിരിക്കും അത് നയിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം കൂടുതൽ ഇതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഈ NTA-യെക്കുറിച്ച്, NTAയുടെ എക്സാം ക്യാൻസലേഷനെ കുറിച്ച്, ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ വീഡിയോയുടെ കമൻറ്റിൽ എഴുതുക. കൂടുതൽ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.